എപ്പോഴെങ്കിലും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓർഡർ ഒരു കാരണവുമില്ലാതെ റിജക്റ്റ് ആയിട്ടുണ്ടോ? അക്കൗണ്ടിൽ ആവശ്യത്തിലധികം ബാലൻസ് ഉണ്ട്, ശരിയായ രീതിയിൽ തന്നെയാണ് ഓർഡർ പ്ലേസ് ചെയ്തത്, എന്നാലും റിജക്റ്റ് ആയിട്ടുണ്ടോ? എന്നാൽ അതെന്തുകൊണ്ടാണെന്നുള്ളത് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആദ്യം തന്നെ സർപ്രൈസ് പൊളിക്കുവാണ്. ഓർഡർ റിജക്റ്റ് ആവാനുള്ള റീസൺ FNO ബാൻ ആണ്. FNO എന്താണെന്നുള്ളത് മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാമായിരിക്കും. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. ട്രേഡേഴ്സ് ഒരു സ്റ്റോക്കിലോ ഇൻഡെക്സിലോ ഉണ്ടാവുന്ന മൂവ്മെന്റിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ്ലി അതിൽ ട്രേഡ് ചെയ്യാതെ അതിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്ത ഓപ്ഷൻസിലോ ഫ്യൂച്ചേഴ്സിലോ ട്രേഡ് ചെയ്ത് സ്പെക്യുലേറ്റ് ചെയ്യും. ഇതിനെയാണ് FNO ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഈ സ്പെക്യുലേഷൻസിന് ഒരു പരിധിയുണ്ട്. ആ പരിധി കടക്കുമ്പോൾ FNO ബാൻ വരും. FNO ബാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിളിലൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ സ്റ്റോക്കിന്റെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിൽ മാക്സിമം ഉണ്ടാവാൻ പാടുള്ള ഓപ്പൺ പൊസിഷൻസിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ക്രോസ് ചെയ്താൽ ഈ സ്റ്റോക്ക് അടുത്ത ദിവസം മുതൽ FNO ബാനിലായിരിക്കും. FNO ബാൻ ആയാൽ പുതിയ ട്രേഡ്സ് എടുക്കാൻ പറ്റില്ല. ഓൾറെഡി ട്രേഡ് എടുത്തവർക്ക് ആ പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഉള്ള ഓപ്പൺ പൊസിഷൻസിന്റെ എണ്ണം താഴോട്ട് വരും. അങ്ങനെ ആ എണ്ണം പറഞ്ഞിട്ടുള്ള ലിമിറ്റിന്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ബാന് ലിഫ്റ്റ് ആവും. അടുത്ത ദിവസം വീണ്ടും പുതിയ ട്രേഡ്സ് എടുക്കാൻ കഴിയും. ഇത് സ്റ്റോക്സിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുന്നവർ ഇതിനെക്കുറിച്ച് വറി ചെയ്യണ്ട. ഓക്കെ, ഇപ്പൊ മാക്സിമം നമ്പർ ഓഫ് ഓപ്പൺ പൊസിഷൻസിന് ഒരു ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ ലിമിറ്റ്? ഈ ലിമിറ്റിനെ പറയുന്ന പേര് മാർക്കറ്റ് വൈഡ് പൊസിഷൻ ലിമിറ്റ് എന്നാണ്, MWPL. ഒരു സ്റ്റോക്കിന്റെ ഫ്രീ ഫ്ലോട്ട് ലിമിറ്റിന്റെ 20% ആണ് ഈ MWPL. എഡ്വലപ്പ് എന്ന സ്റ്റോക്കിന് 10 കോടി ഫ്രീ ഫ്ലോട്ട് ലിമിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡബിൾ ആയിട്ടുള്ള 10 കോടി ഷെയർസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ 20% 2 കോടിയാണ് ഇതിന്റെ MWPL. എഡ്വലപ്പിന്റെ FNO ഓപ്പൺ ഇൻട്രസ്റ്റ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പൺ പൊസിഷൻസ്. ഈ MWPLന്റെ 95% ക്രോസ് ആയാൽ 1.9 ക്രോസിന്റെ മുകളിലോട്ട് പോയാൽ FNO ബാൻ വരും. പിന്നെ ആർക്കും എഡ്വലപ്പിന്റെ സ്റ്റോക്കിൽ പുതിയതായി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡ്സ് തുടങ്ങാൻ പറ്റില്ല. ഓൾറെഡി ആ ട്രേഡിലുള്ളവർക്ക് അവരുടെ പൊസിഷൻസ് ക്ലോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും ഓപ്പൺ ഇൻട്രസ്റ്റ് 1.9 ക്രോസിന്റെ താഴോട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം ബാന് ലിഫ്റ്റ് ആവും. വീണ്ടും നമുക്ക് പുതിയ ട്രേഡ്സ് തുടങ്ങാൻ പറ്റും. ഓരോ സ്റ്റോക്കിനും അവരവരുടെ ഫ്രീ ഫ്ലോട്ട് അനുസരിച്ചായിരിക്കും MWPL ഉണ്ടാവുന്നത്. ഇനി ചില സ്റ്റോക്കുകൾ വീണ്ടും FNO ബാനിലേക്ക് വരും. അതെന്തുകൊണ്ടാണ്? ഇത് കംപ്ലീറ്റ്ലി റാൻഡം അല്ല. ഫ്രീ ഫ്ലോട്ട് കുറഞ്ഞ ചില ചെറിയ സ്റ്റോക്കുകളിൽ പതിവിലേറെ വലിയ രീതിക്ക് ട്രേഡ് നടക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കൊണ്ടാവാം, പെട്ടെന്ന് എന്തെങ്കിലും ന്യൂസ് വന്നതുകൊണ്ടാവാം, ഓപ്പറേറ്റേഴ്സ് റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന മാനിപ്പുലേഷൻ വരെ ആവാം. കാരണം ഏത് തന്നെയാണെങ്കിലും പതിവിലും കൂടുതലും പെട്ടെന്നൊരു ഇൻട്രസ്റ്റ് ഒരു സ്റ്റോക്കിൽ വരുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. എസ്പെഷ്യലി റീറ്റെയിലേഴ്സിന് അത് ഒട്ടും നല്ലതല്ല. അതുകൊണ്ടാണ് സെബി ഈ FNO ബാനിലൂടെ റീറ്റെയിലേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി ലാസ്റ്റ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്ന ഒരൊറ്റ ചോദ്യം, ഈ ബാനായി കിടക്കുന്ന സ്റ്റോക്കും അൺബാൻ ആവാൻ പോകുന്ന സ്റ്റോക്കിന്റെയും ഒക്കെ ലിസ്റ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? എത്ര പെട്ടെന്നായിരിക്കും കിട്ടുക? ശരിയല്ലേ? അതിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു ബോണസ് ഇൻഫർമേഷൻ പറഞ്ഞുതരാം. FNO ബാനായ സ്റ്റോക്സിൽ ട്രേഡ് എടുത്താൽ ഒരു പെനാൾട്ടി ഉണ്ട്. മിനിമം 5000 രൂപ മുതൽ മാക്സിമം 1 ലക്ഷം രൂപ വരെയാണ് ഈ പെനാൾട്ടി വരുന്നത്. പേടിക്കണ്ട, ബാനിന് അഗെയിൻസ്റ്റ് ആയി ട്രേഡ് എടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു പെനാൾട്ടി കൊടുക്കേണ്ടി വരത്തുള്ളൂ. ഇപ്പോഴുള്ള ന്യൂജൻ ബ്രോക്കേഴ്സ് നമ്മളെ ആ ട്രേഡ് എടുക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ആ ഓർഡർ റിജക്റ്റ് ആയി പോകുന്നത്. ഇക്കാലത്ത് ട്രേഡിംഗ് ഒക്കെ എന്ത് എളുപ്പമായി മാറിയല്ലേ. ഇനി ബാക്ക് ടു അവർ ടോപ്പിക്. ഈ ബാനിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എവിടെ കാണാൻ പറ്റും? എത്ര പെട്ടെന്ന് കാണാൻ പറ്റും? NSE എല്ലാ ദിവസവും വൈകുന്നേരം അവരുടെ വെബ്സൈറ്റിനുള്ളിൽ ബാൻ ആൻഡ് അൺബാൻ ലിസ്റ്റിന്റെ ഡേറ്റ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് പ്രൈമറി സോഴ്സ് ഓഫ് ഡേറ്റ. NSE വെബ്സൈറ്റ് നാവിഗേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ ഗൂഗിളിൽ പോയിട്ട് FNO ബാൻ ലിസ്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ആദ്യം തന്നെ നിഫ്റ്റി ട്രേഡർ 5 പൈസയുടെ ഒക്കെ ലിങ്ക് വരും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. സെക്യൂരിറ്റീസ് ഇൻ ബാൻ കാണാൻ പറ്റും. പോസിബിൾ എൻട്രൻസ് എന്ന് പറയുന്നത് ബാൻ ആകാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്സ് ആണ്. എന്ന് വെച്ചാൽ ഈ സ്റ്റോക്കിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ MWPLന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുവാണെന്ന് അർത്ഥം. സോ ഇനി കൂടുതൽ നോളജോടുകൂടെ സേഫ് ആയിട്ടും റെസ്പോൺസിബിൾ ആയിട്ടും ട്രേഡ് ചെയ്യാം. See you in another video. This is me, Shifar MK with Edwell.